Hello, my dear students. Welcome back to revision session 59. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ ഡിസിപ്ലിൻ ആൻഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് ആ മൊഡ്യൂളുള്ള റിവിഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് 2017 2020 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ്. പ്രൊഡക്ടിവിറ്റി എന്താണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി, അതായത് എത്ര കണ്ട് കൂടുതൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് എത്ര കൂടുതൽ മാക്സിമം ഉണ്ടാക്കാനായിട്ട് പറ്റും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുകൊണ്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അതുകൊണ്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് പ്രൊഡക്ടിവിറ്റിയുടെ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഈ എംപ്ലോയീസിൻ്റെ വേജസ് ആയാലും അവരുടെ മറ്റുള്ള ബെനിഫിറ്റ്സ് ആയാലും ഇതെല്ലാം പ്രൊഡക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ എംപ്ലോയീസിന് അവരുടെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. ഈ കൊല്ലം നമ്മൾ എത്രമാത്രം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടായി, അതുകൊണ്ട് കമ്പനിക്ക് എത്രയാണ് നേട്ടം ഉണ്ടായത്, കമ്പനിക്ക് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ഈ എംപ്ലോയീസ് അവരുടെ മാനേജേഴ്സായിട്ടും ടീം ലീഡേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള പെർഫോമൻസ്, ഇങ്ങനെയുള്ള പ്രൊഡക്ടിവിറ്റി തീർച്ചയായിട്ടും എംപ്ലോയീസിൻ്റെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇനി അഥവാ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫെയിലിയറും ഈ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയിൽ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. സോ ആ ഫെയിലിയർ അതുപോലെ തന്നെ അതിൻ്റെ സക്സസ് ഇതെല്ലാം ഇവർ ഡിസ്കസ് ചെയ്ത് അതിലെന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ്ങിലൂടെ അവർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഫൈനലൈസ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഇത്ര കണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കും. ഓക്കെ, അതാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ എംപ്ലോയീസിന് ആ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് അത് മീറ്റ് ചെയ്യണം. അതിനപ്പുറം പോകണം എന്ന് നിർബന്ധമില്ല, പക്ഷേ അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റുവാണെങ്കിൽ അത് അവരുടെ ഒരു സക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ അവർക്ക് അതിനപ്പുറം പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സക്സസ്സിന് അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ്ങിലൂടെ നമ്മുടെ എംപ്ലോയീസിന് ഒരു എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. പ്രൊഡക്ടിവിറ്റി കൊണ്ട് കമ്പനിക്ക് എന്താണ് ഗുണം, എംപ്ലോയീസിന് എന്താണ് ഗുണം, അവർക്ക് അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ സർവൈവലും അതിൻ്റെ ഗ്രോത്തിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ ഇതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അതാണ് പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗെയിൻ ഷെയറിംഗ് ആണ്. ഇത് 2019 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഗെയിൻ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് ആ ഗെയിനിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മുടെ എംപ്ലോയീസായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഗെയിൻ ഷെയറിംഗ്. ഇത് ആകസ്മികമായി ഉണ്ടാവുന്ന ഒരു കോമ്പൻസേഷനാണ്, എല്ലായ്പ്പോഴും ഉണ്ടാവുന്നില്ല. ഗെയിൻ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതിൽ നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും ഒരു പ്രൊഡക്ടിവിറ്റി ഗെയിൻ ഇൻസെൻറ്റീവായിട്ടുള്ള രീതിയിലാണ് അത് കൊടുക്കുന്നത്. ഇത് അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ പെർഫോമൻസിൻ്റെ ഒരു മെഷറാണ്. അത് ഇത്ര വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നേരത്തെ തന്നെ. അപ്പോൾ ഇത് ശരിക്കും ഈ ഗെയിൻ ഷെയറിങ് ഒരു ലോങ് ടേം ഡിസ്ട്രിബ്യൂഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ അതുപോലെ സിമിലർ യൂണിറ്റ്സിലുള്ളവർക്ക് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അവർ സേവ് ചെയ്ത കോസ്റ്റിൻ്റെ ഇത് അവർക്ക് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവർ വളരെ കാര്യമായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഗെയിൻ ഷെയറിംഗ് പ്രോഗ്രാം നമ്മുടെ എംപ്ലോയീസിൻ്റെ ടീംസിനെ ഇത് വളരെയധികം എൻകറേജ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല അവരുടെ ഇടയ്ക്കുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രോബ്ലംസ് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ അവർ എക്സ്പേർട്സ് ഇൻവോൾവ് ചെയ്ത് അത് സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഗെയിൻ ഷെയറിംഗ്. ഇനി 2019 4 മാർക്കിന് ഗെയിൻ ഷെയറിങ്ങിൻ്റെ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട്. അതിൽ 5 സ്റ്റെപ്സാണ് വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് പോളിസി, അതായത് എംപ്ലോയറും എംപ്ലോയിയും ചേർന്നിട്ട് ഈ ഗെയിൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ടൊരു പോളിസി ഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കീ പോളിസി എന്നെ ബേസ് ചെയ്തിട്ടാണ് ഗെയിൻ ഷെയറിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഓർഗനൈസേഷൻ ഈ ഒരു പോളിസി പ്രകാരം ഗെയിൻ ഷെയറിങ്ങിന് കമ്മിറ്റഡ് ആവും. ഓക്കെ, സോ സീനിയർ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ പ്രോപ്പർ നെസസറി റിസോഴ്സസിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു
കീ പോളിസി ഉണ്ടാക്കുന്നത്. ഈ പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് അവർ കുറേയധികം കാര്യങ്ങൾ അതിൽ തീരുമാനിക്കുന്നുണ്ടാവും, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം ഈ ഗെയിൻ ഷെയറിങ് കൊണ്ട് അവിടെ ഒരു ഇഷ്യൂസ് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ താഴെ പറയുന്നതാണ്. അപ്പം എന്തുദ്ദേശത്തിലാണ് ഈ ഒരു ഗെയിൻ ഷെയറിങ് നമ്മളുടെ ഓർഗനൈസേഷൻ നടത്തുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ടാവും. പിന്നെ ആരൊക്കെയാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, പിന്നെ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഗെയിൻ ഷെയറിങ് നമ്മുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഫോർമൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണോ, ഇനി ആർക്കൊക്കെയാണ് പ്രിഫറബിളി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, അത് സെയിം പേയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ അവരുടെ സാലറിയുടെ പെർസെൻറ്റേജ് ആണോ, അതെങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുന്നത്, പിന്നെ ആ ഡിവിഷൻ ഓഫ് ആ ഒരു ഗെയിന് നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻ എംപ്ലോയീസ് തമ്മിൽ എത്ര പാർട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, പിന്നെ ഈ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, പിന്നെ മാക്സിമം കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ ഉറപ്പ് വരുത്തുക, നമ്മളിതൊരു മോട്ടിവേഷൻ പ്രോഗ്രാമായിട്ട് ഒരു മാക്സിമം കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ ഉറപ്പ് വരുത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അവർ പോളിസി ഫോം ചെയ്യുന്നത്. അപ്പം ഓർഗനൈസേഷൻ ഈ രീതിയിൽ പോളിസി ഫോം ചെയ്യുമ്പോൾ അതിൽ യാതൊരു ഇഷ്യൂസും വരാതെയാണ് അവർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ടോപ്പ് ലെവൽ ഓർഗനൈസേഷന് അവർക്ക് എന്തെങ്കിലും സ്ട്രോങ് വ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും പരിഗണിച്ചുകൊണ്ടാണ് ഈ പോളിസി ഫോർമേഷൻ നടത്തുന്നത്. ഈ പോളിസി ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് കൺസൾട്ടാണ്. അതായത് നമ്മൾ പോളിസി ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഗെയിൻ ഷെയറിങ് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനൊക്കെ മുമ്പായിട്ട് കുറച്ച് പേരെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ പോളിസി നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ഗെയിൻ ഷെയറിങ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ്, ഇവരുടെയൊക്കെ പെർമിഷൻ നമുക്ക് ഈ ഗെയിൻ ഷെയറിങ്ങിൽ ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെ തീർച്ചയായിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ നമ്മുടെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സിനെയും ചിലപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ അല്ല, നിർബന്ധമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് സൂപ്പർവൈസർ ലെവലുള്ള ആൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സായിട്ടും ബോർഡ് മെമ്പേഴ്സായിട്ടും ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സായിട്ടും സൂപ്പർവൈസർ ലെവലുള്ള ആൾക്കാരായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗെയിൻ ഷെയറിങ് എന്തിനാണ് എന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അവരത് എത്രത്തോളം ഇൻവോൾവ് ചെയ്ത് അത് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന് ഇത് എത്രമാത്രം ഉചിതമാണെന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ അവരെ ധരിപ്പിക്കാനും അവരെ കൺവിൻസ് ചെയ്യുക ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ സക്സസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അത് വിൻ ചെയ്യാനും കൂടി, പിന്നെ നെക്സ്റ്റ് സ്റ്റേജസ് പ്ലാൻ ചെയ്യാനും കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു കൺസൾട്ടിങ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺസൾട്ടിങ് പ്രോസസ്സ് സക്സസ് ആവുള്ളൂ. അദ്ദേഹം ശരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്ത് അത് പ്രോപ്പറായിട്ടുള്ള ട്രാക്കിംഗ് അതിൻ്റെ പ്രോസസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ കൺസൾട്ടിങ് നല്ല ഫലവത്തായിട്ട് മാറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടെയിലർ. അതായത് നമ്മൾ അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് പോളിസി ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ കൺസൾട്ടേഷൻ നടത്തി, പിന്നെ ടെയിലറിങ്. ഇനി നമ്മുടെ ഗെയിൻ ഷെയറിങ് നടപ്പിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ചില ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ചില പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗെയിൻ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഏത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനാണ് അതിലേക്ക് വരുന്നത്, ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ആരാണ് നന്നായി ലീഡ് ചെയ്ത് നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഗെയിൻ ഷെയറിങ് ശരിക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലുപരി നമുക്ക് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും അവരുടെ മോട്ടിവേഷൻ കൂടിയാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഗെയിൻ ഷെയറിങ്ങിൻ്റെ ഇതിൽ നമ്മൾ ആ കീ ഫീച്ചേഴ്സിലൂടെ നമ്മൾ എത്രത്തോളം എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ,
സോ ഒരുപാട് കമ്പാരറ്റീവ് ഇൻഫർമേഷൻസ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ നിന്നും അവരുടെ പെർഫോമൻസിനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിയിട്ടൊക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന നമ്മുടെ പോളിസി ഉണ്ടാക്കി നമ്മൾ കൺസൾട്ടേഷൻ നടത്തി ടൈലറിങ് നടത്തി കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പ് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉചിതമായിട്ടുള്ള ആൾക്കാർക്ക്, നമ്മൾ മാനേജേഴ്സിന്, സൂപ്പർവൈസേഴ്സിന്, ഈവൻ എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3 തരത്തിലുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന്, ട്രെയിനിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിൻ ഷെയറിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, നമ്മുടെ എന്തൊക്കെ സ്കിൽസാണ് ഈ ഗെയിൻ ഷെയറിങ് സക്സസ്ഫുള്ളായിട്ട് നടത്തുന്നതിന് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് സ്കിൽ ആൻഡ് നോളജ്, അതിനുള്ള ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ് ആണ് ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫേസ് ഈ ഗെയിൻ ഷെയറിങ്ങിൽ, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫൈനലി ഇംപ്ലിമെൻറ്റേഷനാണ്. നമ്മൾ ഗെയിൻ ഷെയർ ചെയ്യാണ്, അവിടെ നമ്മൾ കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടത്തി ഫീഡ്ബാക്ക്, പെർഫോമൻസിൻ്റെ ഓരോരുത്തരുടെയും പെർഫോമൻസിൻ്റെ ഫീഡ്ബാക്ക് കൊടുത്ത് അവർക്ക് എത്രയാണ് നമ്മൾ ഗെയിൻ ഷെയർ ചെയ്യുന്നത്, അത് ഫിഗേഴ്സ് കറക്റ്റാക്കി ആ റിസൾട്ട് നമ്മൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ഇനീഷ്യൽ അസംഷൻസ് അത് വാലിഡാക്കി അതിന് പേയ്മെൻറ്റ്സ് നടത്തി അതിന് പ്രോപ്പറായിട്ട് മോണിറ്ററിങ് ചെയ്യുക. ഓക്കെ, അപ്പം അതിലൂടെ എങ്ങനെയാണ് അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ എപ്പോഴും നമ്മുടെ റിസോഴ്സും മാനേജ്മെൻറ്റ് സപ്പോർട്ടും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഗെയിൻ ഷെയറിങ് നടത്തുന്നത്.